Welcome to the fight, the Mullible Option Hunter Challenge. 20,000 rupees to 1 crore. നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ ഇന്നത്തെ ട്രേഡിങ് ഏകദേശം കഴിഞ്ഞു. 3 ട്രേഡ് എടുത്തിരുന്നു. ഞാൻ പറയാം ട്രേഡ് എടുക്കേണ്ട കാരണങ്ങളും ട്രേഡ് എടുത്ത സമയം പറഞ്ഞുതരാം. ഞാൻ രാവിലെ ഈ ഒരു ക്യാൻഡിലിൽ ഒരു ട്രേഡ് എടുത്തു. അത് 950 CE ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അത് പ്രോഫിറ്റ് ഒന്നും കിട്ടാതെ എക്സിറ്റ് ചെയ്ത്. കാരണം ഇന്നത്തെ മാർക്കറ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു ഓവറോൾ, രാവിലെ മുതലൊരു വൈകുന്നേരം വരെ. വീണ്ടും അത് ഏകദേശം ഞാൻ എക്സിറ്റ് ചെയ്തത് ഇതാ ഈ ഒരു റേഞ്ചിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇനീഷ്യൽ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അതിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് ഇത് വീണ്ടും സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 2 ലോട്ട് വീണ്ടും എടുത്ത് ആ 2 ലോട്ട് എടുത്താണ് ഈ ട്രേഡ്. നമുക്ക് ഏകദേശം 2800 രൂപയോളം ലോസ് വന്ന ട്രേഡ്. 2 ലോട്ട് എടുത്തിട്ട് നമ്മൾ രാവിലത്തെ 1600 എന്നുള്ള ലോസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കവർ ചെയ്തിട്ടും വീണ്ടും മാർക്കറ്റ് ഒരു സൈഡ് വേസ് ടു ബിയറിഷ് ട്രെൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളൊരു വലിയൊരു ലോസ് വന്നപ്പോൾ 2800 രൂപ ലോസ് വന്നപ്പോൾ അത് എക്സിറ്റ് ചെയ്ത്. അതിനുശേഷം ലാസ്റ്റ് അവേഴ്സിൽ ഒരു സ്കാൽപ്പിംഗ് ട്രേഡിന് ഓപ്പർച്യൂണിറ്റി കിട്ടി. കാരണം നമ്മളുടെ രാവിലത്തെ ഇനീഷ്യൽ സപ്പോർട്ട് ഉണ്ടല്ലോ, ആ സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് നല്ലൊരു ക്വാണ്ടിറ്റിയിൽ എടുത്ത്. ഏകദേശം ഓർഡേഴ്സ് നോക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. 1300 ക്വാണ്ടിറ്റി 12-15 റേറ്റിനടുത്ത് 22-ന് എക്സിറ്റ് ചെയ്തു. അതായത് 2 മിനിറ്റിലായിരുന്നു ആ ട്രേഡ്. 43:51-ന് ഏകദേശം 44 ആകുമ്പോൾ 2 മിനിറ്റും ഇല്ല, 2:44 ആകുമ്പോഴാണ് എടുത്ത് 2:45 15 സെക്കൻഡ് ആകുമ്പോഴേക്കും എക്സിറ്റ് ആവുകയും ചെയ്തു. അത്ര ക്വിക്ക് സ്കാൽപ്പിംഗ് ട്രേഡ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഇന്ന് രാവിലെ മുതലേ മാർക്കറ്റ് ഒരു ട്രാപ്പ് പോലെയായിരുന്നു. ഒരു ഫേക്കായിട്ടുള്ളൊരു ബുള്ളിഷ്നെസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ ക്യാൻഡിൽസ് ഒക്കെ നോക്കിയാൽ അറിയാം, ഒരുപാട് വിക്ക് ക്യാൻഡിലുകളിൽ ഇങ്ങനെ കാണാം. ഈ ക്യാൻഡിൽ വിക്ക്, ഈ ക്യാൻഡിൽ വിക്ക്, ഈ ക്യാൻഡിൽ വിക്ക്, ഇതൊക്കെ അതായത് ഒരു എവിടെ ഒരു ബോട്ടം കിട്ടുന്നത് അവിടെ നിന്നൊക്കെ ബൈ ചെയ്ത് ഒരു ഫേക്കായിട്ടുള്ള ഒരു ബുള്ളിഷ്നെസ് കാണിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടാമത്തെ ട്രേഡ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ഹോൾഡ് ചെയ്തത്. ആ 137 152 വരെ പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മളെ ലോസ് എല്ലാം കവർ ചെയ്ത് നല്ല രീതിയിലുള്ള ഇപ്പോൾ ഒരു 10-200-300 രൂപ പ്രോഫിറ്റിൽ വന്നതായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഇതാ ഈ പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് വന്ന് പിന്നീട് മാർക്കറ്റ് സ്ട്രെങ്ത് ഇല്ലാതെ താഴോട്ട് വരാൻ തുടങ്ങി. പിന്നെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഞാൻ നല്ല രീതിയിലൊന്ന് സ്കാൽപ്പിംഗ് എൻട്രി അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ സ്കാൽപ്പ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ നല്ലൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റി. ആദ്യം ലോസിലായിരുന്നുണ്ടായിരുന്നത്. ഏകദേശം 2-3 ദിവസത്തെ പ്രോഫിറ്റ് തന്നെ നമുക്ക് ലോസ് ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കവർ ചെയ്തിട്ട് നല്ലൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇന്നത്തെ ട്രേഡിങ്ങിൽ ഞാൻ ഹാപ്പി അല്ല. കാരണം നമ്മളെ റൂൾസൊക്കെ കുറേ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ജേണൽ ചെയ്ത് വയ്ക്കാം. ട്രേഡ് ഓക്കെ, ന്യൂ ക്വാണ്ടിറ്റി ഫസ്റ്റത്തെ ട്രേഡ് നമ്മൾ 65 തന്നെ എടുത്തത്. ഒറ്റ ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഏകദേശം 236.55 എടുത്ത് 211.20 എക്സിറ്റ് ചെയ്ത്. 286 286.85 211.20. ഓക്കെ, ആ സമയത്ത് മോഡ് കാമായിരുന്നു. സെറ്റപ്പ് മാർക്കറ്റ് സ്ട്രെങ്ത് ഏകദേശം 31,000 നമ്മളുടെ
ടോട്ടൽ എമൗണ്ട് ആയിരിക്കുന്നത്. അതിൽ നമ്മൾ ഈ മാസത്തെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്ത് 30K എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നമ്മൾ ടോട്ടൽ 5 ട്രേഡാണ് എടുത്തത്. അതിൽ 4 ട്രേഡ് ലോസ് ആയിരുന്നു. അല്ല, ടോട്ടൽ 9 ട്രേഡ്, 5 ട്രേഡ് പ്രോഫിറ്റും 4 ട്രേഡ് ലോസും ആയിരുന്നു. ഏകദേശം 11,000 റുപ്യോളം നമുക്ക് ഈ മാസം ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ട്. ചാർട്ട്സ് നോക്കുകയാണെങ്കിൽ അതെ, ഇന്ന് നമുക്ക് നല്ലൊരു മൂവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് പോവായിരുന്നു. ഇന്ന് നല്ലൊരു രീതിയിൽ നല്ല പ്രോഫിറ്റ് കിട്ടിയ കാരണം നമുക്ക് 8,000 റുപ്യോളം പ്രോഫിറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇന്നത്തെ ചാർജസ് ഒക്കെ കഴിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഹാപ്പിയാണ്. നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും മുന്നേ ഈ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റി. ഏകദേശം 5 ട്രേഡിംഗ് ഡേയ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 50% ക്യാപിറ്റലിൻ്റെ 50% അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നോർമൽ അല്ല, ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുള്ളൂ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കിട്ടിയത് കൊണ്ട് നമ്മളിത് അച്ചീവ് ചെയ്തെന്ന് മാത്രം. ഇതുകൊണ്ട് ഇത് നമുക്ക് എപ്പോഴും ഇതേപോലെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നാളെ ഇനിയുള്ള ദിവസങ്ങളിൽ ട്രേഡ് നോക്കിയിട്ട് എടുക്കുള്ളൂ. വളരെ കുറച്ച് ട്രേഡ്സ് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ട്രേഡ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ ഓൾറെഡി ഈ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത്, ഇനി ഈ അച്ചീവ് ചെയ്ത ടാർഗറ്റ് നമ്മളെ കയ്യിൽ നിന്ന് പോവാതെ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടുത്ത. അപ്പോൾ മാക്സിമം നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.